നമസ്കാരം, ശ്രുതിസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രുതി നിതിൻ. അപ്പോൾ നമ്മൾ ഇന്ന് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കപ്പ് കേക്കാണ് ചെയ്യുന്നത്. ഇത് മൂന്നേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഈ കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് മോൾഡ് ഉപയോഗിക്കുന്നില്ല, പിന്നെ ഇതിനായിട്ട് മൈദ ഉപയോഗിക്കുന്നില്ല, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒന്നും വേണ്ട നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അല്ലാണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ? വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റ് ആട്ടോ. അപ്പോൾ ഏത് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 120 ഗ്രാമാണ് വരുന്നത്. 30 രൂപയാട്ടോ ഇതിൻ്റെ വില. പിന്നെ ഈ ചോക്ലേറ്റ് ബിസ്ക്കറ്റൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് ഇവിടെ എല്ലാ ചോക്ലേറ്റ് ബിസ്ക്കറ്റും പൊട്ടിച്ചിട്ട് പൊടിക്കാൻ എളുപ്പത്തിനായിട്ട് ഒരു മിക്സിയിൽ ചാലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു 23 ബിസ്ക്കറ്റാട്ടോ നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് കറക്റ്റ് ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രാമും പറഞ്ഞത്, പിന്നെ ഇത് എത്ര എണ്ണ ഉണ്ടെന്നും പറഞ്ഞത് കേട്ടോ. പിന്നെ ഇതിലേക്കായിട്ട് വേണ്ടത് ഡയറി മിൽക്കാണ്. നമ്മളിവിടെ ഒരു 40 രൂപയുടെ ഡയറി മിൽക്കാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ മധുരത്തിനായിട്ട് ചേർക്കുന്നത് ഇതാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ പഞ്ചസാര ചേർക്കുക, അല്ലെങ്കിൽ ഡയറി മിൽക്ക് ചേർക്കുക. ഡയറി മിൽക്ക് ചേർക്കുന്നതാണ് കൂടുതലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു 6 ഡയറി മിൽക്കാണ് ചേർത്തത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് ഇതുപോലത്തെ ഒരു 6 കഷ്ണം എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്ന് വെച്ചാൽ കൂടുതൽ ചേർക്കണം കേട്ടോ. ഇത് ലൈറ്റ് മധുരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മധുരം കൂടുതൽ വേണ്ടവർ കൂടുതൽ ഡയറി മിൽക്ക് ചേർക്കാൻ നോക്കുക. നമ്മൾ ആ ഒരു മുഴുവനായിട്ട് ആ 40 രൂപ ഡയറി മിൽക്ക് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് അടിച്ചെടുക്കുന്ന സമയത്ത് മധുരം നോക്കാം. കൂടുതലായിട്ട് മധുരം നിൽക്കണം, എന്നാൽ മാത്രമാണ് ഇത് വെന്ത് കഴിഞ്ഞ് വരുമ്പോൾ ആവശ്യത്തിനായിട്ടുള്ള മധുരം ഉണ്ടായിട്ട് തോന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ഡയറി മിൽക്കിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്തുക, അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ 2 മഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിൽ കുറച്ചൊന്നും ഓയിലൊന്നും എല്ലായിടത്തും ഒന്ന് പരറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഡയറി മിൽക്കും പിന്നെ ബിസ്ക്കറ്റും കൂടി നമ്മൾ നന്നായിട്ട് പൊടിച്ച് വെച്ചതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് തിളപ്പിച്ചിട്ട് ചൂടാറിയിട്ടുള്ള പാലാണ്, അതായത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാട്ടോ ഇത്. അപ്പോൾ അത് നമ്മൾ കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മൊത്തത്തിൽ നമ്മൾ ഒരു 1/2 കപ്പ് പാലാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മളിത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ബേക്കിംഗ് സോഡയൊക്കെ ഒഴിവാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് നിങ്ങളിത് ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കേക്ക് ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മളിതിൽ ഡയറി മിൽക്ക് ചേർത്ത് കൊടുക്കാൻ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും പെട്ടെന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഡയറി മിൽക്ക് എന്ന് പറയുന്നത്. മാത്രമല്ല ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. ഡയറി മിൽക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ 1/2 കപ്പ് പാൽ മുഴുവനായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇത് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ തന്നെ നമ്മൾ ഓയിലൊക്കെ പറ്റിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ മഗ്ഗിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഇത് ബേക്ക് ചെയ്യാൻ വെക്കുന്ന പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മളൊരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് അടച്ച് വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 2 മഗ്ഗും നേരിട്ട് നമ്മൾ കുക്കറിലോട്ട് ഇറക്കി വെക്കാതെ ഇതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം അങ്ങനെ കുക്കറിൻ്റെ താഴത്ത് ഇട്ട് കൊടുത്തിട്ട് അതുമ്മലേക്ക് മഗ്ഗ് ഇറക്കി വെക്കാൻ നോക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു സ്റ്റാൻഡും കൂടി വെച്ച് കൊടുത്തിട്ടാണ് ഇത് പ്രീ ഹീറ്റ് ചെയ്യുന്നത്. നിങ്ങളും ബേക്ക് ചെയ്യാനായിട്ട് കുക്കറാണ് എടുക്കുന്നത് വെച്ചാൽ അതിൽ ഇതുപോലെ വാഷർ വെക്കേണ്ട. അത് മാത്രമല്ല അതിൻ്റെ വെയിറ്റും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് രണ്ടും വെക്കാതെ വേണം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനും. ഇപ്പോൾ ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് കേട്ടുള്ളത്. ഇനി നമുക്ക് തുല്യ അളവിൽ ഈ 2 കപ്പിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പലർക്കും പല ചോക്ലേറ്റ് ബിസ്ക്കറ്റുകളായിരിക്കും ഇഷ്ടം. അപ്പോൾ എനിക്ക് ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ പേർക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വെച്ചിട്ട് നമുക്കൊരു റെസിപ്പി ചെയ്യാം. അപ്പോൾ ബാറ്റർ നമ്മൾ ആ ഒരു മഗ്ഗിലോട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം ആ മഗ്ഗ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ പ്രീ ഹീറ്റ് ആയിട്ട് കിടക്കുന്ന ആ കുക്കറിലോട്ട് ആ 2 മഗ്ഗും ഒന്ന് ഇറക്കി വെക്കുന്നുണ്ട്. ഈ കുക്കർ ഒന്ന് അടച്ചു കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിന് ശേഷം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ കേക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത് തുറന്ന് നോക്കി, കുത്തി നോക്കിയപ്പോൾ ഒട്ടിപ്പിടിക്കണമെന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കിയിരുന്നു. അപ്പോൾ കുത്തി നോക്കിയപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. അതാണ് നമ്മൾ വീണ്ടും ഒരു 10 മിനിറ്റും കൂടി ഒന്ന് സമയം കൊടുത്തത്. അപ്പോൾ നിങ്ങളെടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ടും ഫ്ലെയിമിനൊക്കെ അനുസരിച്ചിട്ടും ഈ ബേക്ക് ചെയ്ത് വരാനുള്ള സമയത്തിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഓർക്കുക. ഒരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി.
അപ്പോൾ ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഇത് ഈ പാത്രത്തിൽ നിന്ന് എടുത്ത് പിന്നെ ഇതിൽ കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഡ്രൈ ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നാമത് നല്ല സോഫ്റ്റ് ആവാനായിട്ട് ഇതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് അത്രത്തോളം അങ്ങോട്ട് സോഫ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് ഈ ഒരു പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും, കാരണം ഇവിടെ കുട്ടികളൊക്കെ കഴിച്ചിട്ട് ഇഷ്ടമായതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഇത് സൂപ്പറാണെന്നുള്ള അവകാശവാദങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷെ നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് ആർക്കായാലും മോൾഡോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എളുപ്പത്തിൽ ഒരു കപ്പ് കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള വളരെ വേഗത്തിൽ തന്നെ നമുക്കിതുപോലത്തെ ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.